അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇസ്ലാമിക് എക്കണോമിക് തോട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അത് കേട്ടിട്ടുള്ള വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ്. ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് വളരെ വിശാലമായ, ചരിത്രം പോലെ വളരെ വിശാലമായ ഒരു ഭാഗമാണ്. നമ്മളെല്ലാം സ്വയം പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. കാരണം നമ്മളിപ്പോ ആധുനിക സാമ്പത്തിക ശാസ്ത്രം നമ്മളൊക്കെ ഏതെങ്കിലും വിധേന പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ മുമ്പ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ട് മുതൽക്ക്, ആഡം സ്മിത്ത് മുതൽക്കാണ്. ആഡം സ്മിത്തിന് മുമ്പുള്ള 5 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക് പീരിയഡ് കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് എഴുതപ്പെട്ട വലിയ ഗ്രന്ഥങ്ങൾ, അന്നത്തെ ഇസ്ലാമിക് എക്കണോമിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇതാണ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പ്രത്യേകിച്ചും മലയാളത്തിൽ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല എന്നതാണ്. ഇംഗ്ലീഷിലാണ് കുറച്ചെങ്കിലും അത്തരം ഗ്രന്ഥങ്ങളും ഡിസ്കഷൻസും ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പോ മറ്റൊരു കാര്യം, ഇവിടെ മിക്കവാറും ആളുകൾ വന്നിട്ടുണ്ടാകും നമ്മുടെ ഷെയർ മാർക്കറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ലേണിംഗ് ലക്ഷ്യം വെച്ചിട്ടുള്ളവരായിരിക്കും. ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് കൂടി ആയതുകൊണ്ട്, പിന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് താല്പര്യം അല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നാണ്. ഇസ്ലാമിക ലോകത്ത് പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ജൈൻസ് ആയ ആളുകൾ, ഇമാം ഗസാലി, അതേപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ്യ, ഇബ്നു ഖൽദൂൻ, പിന്നെ അബു യൂസുഫ് തുടങ്ങി ഏതാണ്ട് നമുക്ക് എണ്ണി പറയുകയാണെങ്കിൽ 20ഓളം പണ്ഡിതന്മാർ, അവർ പണ്ഡിതന്മാരായിരുന്നു. അതേസമയം അവർ എക്കണോമിസ്റ്റുകളുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് ഇന്നത്തെ മാതിരി എക്കണോമിസ്റ്റുകൾ വേറെ, ഈ പണ്ഡിതന്മാർ വേറെ എന്ന അർത്ഥത്തിലല്ല. ഒരേ ആളുകൾ തന്നെയാണ്. ഒരു തിയോളജി അറിയുന്ന ആളുകളാണ്, ഒരു സൈക്കോളജി, അതേപോലെ തന്നെ ഫിലോസഫി, ഇതൊക്കെ ഡീൽ ചെയ്ത ആളുകൾ തന്നെയാണ് എക്കണോമിക്സ് ഡീലിങ്സ് നടത്തിയിരുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഗ്രന്ഥങ്ങളും എഴുതുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് എക്കണോമിസ്റ്റ് എന്നതിലുപരി അദ്ദേഹം പണ്ഡിതനായിട്ടാണ് നമുക്ക് അറിയപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം ഗസാലിയുടെ ജീവിതത്തിൽ അദ്ദേഹം ആകെ ഏതാണ്ട് 55 വർഷം മാത്രം ജീവിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ഗസാലി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഗസാലിയുടെ പ്രധാനപ്പെട്ട രചന ഇഹ്യാ ഉലൂമുദ്ദീൻ ആണ്. അതിന്റെ 4 വോള്യങ്ങളുണ്ട്. പലരും പഠിച്ചിട്ടുണ്ടാവും, പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇഹ്യാ ഉലൂമുദ്ദീനിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്ത സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ് നമുക്കിവിടെ നൽകാൻ കഴിയുക. ഞാനും അതിന്റെ വിജ്ഞാനത്തിൽ പൂർണ്ണനല്ല. നിങ്ങളുടെ ഇവിടെ പ്രസന്റേഷൻ ഏത് മേഖലയും നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ ഞാൻ ഏത് മേഖല എടുക്കും, കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി കഴിഞ്ഞ തവണ ഞാൻ ഇൻട്രൊഡക്ഷൻ എല്ലാം കൂടി മൊത്തത്തിൽ സൂചന മാത്രം നൽകിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് വളരെ ചെറിയ ഒരു മേഖല മാത്രം നമ്മളെടുത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇമാം ഗസാലിയുടെ കോൺട്രിബ്യൂഷൻസ് ടു എക്കണോമിക് തോട്ട് എന്ന ഭാഗമാണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇമാം ഗസാലിയുടെ പേര് സൂചിപ്പിച്ച പോലെ അബൂ ഹാമിദ് മുഹമ്മദ് അൽ ഗസാലി എന്നാണ്. അദ്ദേഹത്തിന്റെ ജനനം AD 1058-ലാണ്. അങ്ങനെ 1111 അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തെ ഫിലോസഫർ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ തിയോളജിയനായിട്ട് അറിയപ്പെടുന്നുണ്ട്. സിഗ്നിഫിക്കന്റ് വർക്ക്സ് അദ്ദേഹത്തിന്റെ ധാരാളം ഉണ്ട്. കുറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പ്രസന്റേഷൻ ഇഹ്യാ ഉലൂമുദ്ദീൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിലെ ഇഹ്യാ ഉലൂമുദ്ദീൻ ബേസ് ചെയ്ത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ശേഷം യൂറോപ്പിൽ ജീവിച്ച ഒരു ഗ്രന്ഥം എഴുതിയ ഒരു പ്രമുഖനാണ് സെന്റ് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ക്രിസ്ത്യൻ ചർച്ച് ബേസ് ചെയ്തുകൊണ്ട്, ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇതേ കാര്യങ്ങൾ, ഏതാണ്ട് ഗസാലി എഴുതിയിട്ടുള്ള അതേ കാര്യങ്ങൾ അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചത്
ഗസാലി മരിച്ച് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സെന്റ് തോമസ് അക്വിനാസിന്റെ രചനകൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അതാണ് വിചിത്രം എന്ന് പറയുന്നത്. സെന്റ് തോമസ് അക്വിനാസിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് അറബിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇയ്യാ ഉലൂമുദ്ദീൻ. അതിലാണ് ഈ ഇദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് മിക്കവാറും ഉള്ളത്. ആ കോൺട്രിബ്യൂഷൻസ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം അംഗീകരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല ഒരു കാലഘട്ടം വരെ. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചുംബേറ്റീരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് തോട്ടിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് 500 വർഷത്തോളം യാതൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന കാലത്താണ് ഇമാം ഗസാലിയെ പോലുള്ള ഇബ്നു ഖൽദൂനെ പോലുള്ള ആളുകളൊക്കെ ഈ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഏതാനും മേഖലകൾ വെൽത്ത്, പ്രോപ്പർട്ടി, അതേപോലെ ട്രേഡ്, കൊമേഴ്സ്, ജസ്റ്റിസ്, ഇക്വിറ്റി തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് സൂചന നൽകിക്കൊണ്ട് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഗസാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മസ്ലഹ ആൻഡ് വെൽഫെയർ. മസ്ലഹ എന്ന് പറയുമ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിന് യൂട്ടിലിറ്റി എന്നാണ് പറയുക. നമ്മൾ എന്തിനാണ് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, നമ്മൾ നേരത്തെ ചായ കുടിച്ച എന്തിനാണ്? ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ പറയുന്ന പേര് യൂട്ടിലിറ്റി എന്നാണ്. അപ്പൊ അതിന് പിന്നെ ഗസാലി ഉപയോഗിച്ച ടേമാണ് മസ്ലഹ. മസ്ലഹ മീൻ ദാറ്റ് ഈസ് ദ വെൽഫെയർ ഓർ യൂട്ടിലിറ്റി. അപ്പോ ഈ മസ്ലഹക്ക് യൂട്ടിലിറ്റി പോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് അല്ലത്. നമ്മളിപ്പോ ചായ കുടിക്കുന്നത് നമ്മുടെ മാത്രം ആവശ്യമായിട്ടാണ്. എന്നാൽ അത് മറ്റുള്ളവർക്ക് അത് ഉപദ്രവം ഉണ്ടാക്കുന്നതാവരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് സൊസൈറ്റിക്ക് അതൊരിക്കലും അതിനുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഇതാണ് മസ്ലഹയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും നമ്മൾ കൺസംഷൻ നടത്തുന്നത്, നമ്മള് പിന്നെ നമ്മളുടെ ജീവിതം ചിട്ടപ്പോൾ നമ്മൾ വീടുണ്ടാക്കുന്നത്, നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് ഒക്കെ നമ്മുടെ ആവശ്യത്തിനാണ്. നമുക്ക് യൂട്ടിലിറ്റി കിട്ടും. ഈ യൂട്ടിലിറ്റി മാത്രമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം മെഷർ ചെയ്യുന്നത്. അത് പ്രൈവറ്റ് ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രൈവറ്റ് മാത്രമാണ്. അതുകൊണ്ട് കുറെ ആളുകൾക്ക് ഹാം ഉണ്ടാവുന്നുണ്ടാവാം. നമ്മള് ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഈ ഡിസ്കംഫർട്ടിനെ നമ്മളുടെ കൺസെപ്റ്റിൽ പരിഗണിക്കുന്നില്ല. അതേസമയം ഗസാലിയുടെ മസ്ലഹ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അതുകൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും പിന്നെ ഈ മസ്ലഹ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി നമ്മള് പിന്നെ അടയ്ക്കുന്നു, അല്ലെങ്കിൽ അത് അടയ്ക്കുമ്പോ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ മാത്രം നമ്മൾ പരിഗണിക്കുന്നു. അതേസമയം ആ വഴി അടയ്ക്കുമ്പോ അടുത്തുള്ള വീട്ടുകാരന് അതൊരു പക്ഷെ മറ്റെന്തോ തരത്തിൽ ഉപദ്രവം ഉണ്ടായിരിക്കാം. അത് നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മളുടെ കാര്യം നോക്കേണ്ടതുള്ളൂ എന്നതാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം പറയാം. മസ്ലഹയാവുമ്പോ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആണ്. നമ്മളുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയും ഈ മസ്ലഹ പിന്തുടർന്നാവുമ്പോ ദാറ്റ് ഈസ് ദ ബേസിസ് ഫോർ സോഷ്യൽ വെൽഫെയർ എന്നാണ്. അപ്പൊ വെൽഫെയർ എന്ന് പറയുന്നത് ഒരാളുടെ ആക്ടിവിറ്റിയിൽ കൂടി തന്നെ ഉണ്ടാവുക, സമൂഹത്തിന്റെ ആക്ടിവിറ്റിയിൽ കൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ അത് നമ്മുടെ ആക്ടിവിറ്റി മസ്ലഹ ഓറിയന്റഡ് ആവണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. അപ്പോ സൊസൈറ്റി ഡിപെൻഡ്സ് അപ്പോൺ ദ പർസ്യൂട്ട് ആൻഡ് പ്രിസർവേഷൻ ഓഫ് 5 ബേസിക് ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മസ്ലഹ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം, നമ്മുടെ നീഡ്സ്, 5 ഹയറാർക്കി ഓഫ് നീഡ്സ് തുടർന്ന് നമ്മൾ എന്തിനാണ് ഓരോ പ്രവർത്തനം ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മുടെ ദീൻ പ്രൊട്ടക്ട് ചെയ്യാനാണ്. റിലിജിയൻ, കോംപ്രിഹെൻസീവ് ഡിഫൻസ്, എ വേ ഓഫ് ലൈഫ്. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, വേ ഓഫ് ലൈഫ് എന്ന നിലയിൽ നമ്മളെ ദീനിന് വേണ്ടിയായിരിക്കും നമ്മളുടെ പ്രവർത്തനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഓർ സോൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും, നമ്മുടെ ജീവിതത്തിന്റെ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അല്ലെങ്കിൽ ഫാമിലി ഓർ പ്രോഗണി, നെസിൽ എന്ന് നമ്മൾ പറയും. ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ശരിയയിൽ വരുന്നതാണ്. നമ്മളുടെ ഫാമിലിയുടെ മെച്ചത്തിന് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ടു പ്രൊട്ടക്ട് അവർ വെൽത്ത്, മാൽ ഓർ ഇന്റലക്ട് ഓർ റീസൺ, അക്കൽ. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഗുഡ്നസ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് ഹിയർ ആഫ്റ്റർ. മസ്ലഹ അദ്ദീൻ വദ്ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ലഹ നിശ്ചയിക്കുന്നത് ഈ ദീനും ദുനിയാവും.
എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ പരിഗണിച്ചായിരിക്കണം നമ്മളുടെ ഓരോ കർമ്മങ്ങളും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു പോസിറ്റീവ് അല്ല, പോസിറ്റീവ് എന്ന് മാത്രമല്ല ന്യൂട്രൽ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിന്റെ നന്മയും അതേപോലെ തന്നെ നമ്മളുടെ ഹിയർ ആഫ്റ്റർ കൂടി പരിഗണിച്ചിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് നമ്മളെ നയിക്കേണ്ടത് എന്നാണ്. ഇതുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അതായിരിക്കണം. അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിരുന്നാലേ നേരത്തെ പറഞ്ഞ വെൽഫെയർ പുലരുകയുള്ളൂ. ഇനി അതിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ക്ലാസിഫൈഡ് ആസ് നെസസിറ്റീസ്, കംഫർട്ട്സ് ആൻഡ് ലക്ഷറീസ്. നമ്മൾ പറയാറുണ്ട് നെസസിറ്റീസ് ബേസിക് നീഡ്സ് ആണ്. ബേസിക് നീഡ്സിന്റെ മേലെ നിൽക്കുന്നതാണ് കംഫർട്ട്സ്, കുറച്ചുകൂടി സുഖ സൗകര്യങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ലക്ഷറീസ്, അതിന്റെയും മേലുള്ളതാണ് നമ്മുടെ ലക്ഷറീസ് എന്ന് പറയുന്നത്. അപ്പോ എക്കണോമിക് ആക്സെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് റിപ്പാർട്ടേറ്റ് ഹൈറാർക്കി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ യൂട്ടിലിറ്റീസ്. അപ്പൊ അതിന് നമ്മള് നെസസിറ്റിക്ക് നമ്മൾ പറയാ ലറൂറിയ, അതേപോലെ തന്നെ കൺവീനിയൻസ് എന്നാണ് നമ്മൾ അതിന് നമ്മൾ കംഫർട്ട്സ് നമ്മൾ ഹാജിയ അല്ലെങ്കിൽ ഹജ നമ്മൾ പറയും. അല്ലെങ്കിൽ മൂന്നാമത്തെ ലക്ഷറീസിന് നമ്മൾ തഹ്സിനിയ. ഇതാണ് അതിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള വേർഡ്. അപ്പൊ ഇതിന് ഓരോ ഹൈറാർക്കി ഉണ്ട്. എന്ന് പറഞ്ഞാല് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ, അതാണ് നമ്മള് നെസസിറ്റീസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ നീഡ്സ് അല്ലെങ്കിൽ നെസസിറ്റീസ് നമ്മളിപ്പോ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനുള്ള ബേസ് കലോറി ടേംസ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇത്ര കലോറി 2200 കലോറി ഊർജം കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മേലെയാണ്. അവിടെ പോലും ഭക്ഷണം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഗസാലി പരിഗണിച്ചത് ഈ നെസസിറ്റീസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ടൈം, പ്ലേസ് ആൻഡ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ആളുകൾ മാറുന്നതിനനുസരിച്ച്, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ നെസസിറ്റീസിന്റെ കൺസെപ്റ്റ് തന്നെ മാറണമെന്നാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഗോൾസ് ലൈസ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് ദ ഫസ്റ്റ് ലെവൽ നെസസിറ്റീസ്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഇതാണ് നമ്മുടെ ബേസിക്. Then Ghazali recognized that such basic needs tend to be flexible according to time, place and situations. അതാണ് നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഒരു കുറച്ചു കാലം മുമ്പ് നമുക്ക് വാഹനം എന്ന് പറയുന്നത് ഒരു നെസസിറ്റി അല്ലായിരുന്നു. കുറെ ഒരു 50 വർഷം മുമ്പോ അല്ല 30 വർഷം മുമ്പുള്ളവർക്ക് അറിയാം. എന്നാൽ ഇപ്പൊ നമുക്ക് സ്വന്തമായി വാഹനം എന്ന് പറയുന്നത് കുറച്ചുകൂടി നെസസിറ്റി ആയി മാറി. ആളുകൾക്ക് യാത്രക്ക് അനിവാര്യമാണ്. ഇതേപോലെയാണ് വീട്. ഒരു നല്ല സൗകര്യമുള്ള വീട് നേരത്തെ നെസസിറ്റി അല്ലായിരുന്നു, ഇപ്പൊ അതൊരു നെസസിറ്റി ആയി മാറി. കാലത്തിനനുസരിച്ച് ഈ നെസസിറ്റിയെ റീഡിഫൈൻ ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിന്. അപ്പോ നമ്മൾ ഈ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഇപ്പോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മേലേക്ക്. അപ്പൊ നമ്മൾ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എക്കണോമിക്സിൽ. എന്ന് പറഞ്ഞാൽ അമേരിക്കയില് എല്ലാ വീട്ടിലും കാറുണ്ട്, 10% വീട്ടിൽ സ്വന്തമായി കാറില്ല. എങ്കിൽ കാറില്ലാത്തവർ പുവർ പേഴ്സൺ ആണ് എന്നാണ്. അതേപോലെയാണ് ഈ ഗസാലിയുടെ ഈ നെസസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് ഹാജിയ എന്ന് പറയുന്നത് comprises of all activities and things that are not vital to the 5 foundations but rather are needed to remove impediments and difficulties in life. നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഫൗണ്ടേഷനിലാണ് നെസസിറ്റീസ് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഹാജ എന്ന് പറയുമ്പോൾ അത് ഈ 5 ലക്ഷ്യമാണോന്നില്ല. അതിനേക്കാൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കളർഫുൾ ആക്കാൻ നമ്മൾക്ക് വേണ്ട സംഗതികൾ. അപ്പൊ നമ്മൾക്ക് ഒരു പക്ഷെ നല്ല വാഹനം വേണ്ടി വരും. വാഹനം മിനിമം മതിയാവില്ല, കുറച്ചുകൂടി നല്ല വാഹനം, കുറച്ചുകൂടി നല്ല വസ്ത്രം, കുറച്ചുകൂടി നല്ല ഫുഡ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റല്ല, അതും നമ്മൾക്ക് ആവാവുന്നതാണ്. അതേപോലെ തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തഹ്സിനി ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ആൻഡ് തിങ്സ് ദാറ്റ് ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് കൺവീനിയൻസ്. എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ടു ബ്രൈറ്റൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി കളർഫുൾ ആക്കുന്ന, നമുക്ക് കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകാം. അങ്ങനെ പോകുന്ന മാറ്റേഴ്സ് ആണ് തഹ്സിനിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഗസാലി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ അങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. അങ്ങനല്ല.
മനുഷ്യന് കഴിയുമെങ്കിൽ ഈ തഹ്സിനീയത്തിലേക്ക് എത്തണം എല്ലാവരുടെയും ജീവിതം കൂടുതൽ സുഖകരവും കളർഫുളുമാക്കണം. അത് തെറ്റല്ല, അത് മസ്ലഹയിൽ പെടുന്നതാണ്. മസ്ലഹയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാവുന്ന രീതിയിലാവുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. പിന്നീട് പിന്നെ എക്കണോമിക് ആക്ടിവിറ്റിയെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി ഈസ് എ വർഷിപ്പ് അക്കോർഡിംഗ് ടു ഗസാലി. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് തന്നെയാണ്. ക്യാൻ ബി ആക്ട് ആസ് വർഷിപ്പ് വിത്ത് മോറൽ പർപ്പസ്. ഒരു ആരാധനാ കർമ്മം തന്നെ. നമ്മള് ജോലിക്ക് പോകുന്നു, ഞാൻ അധ്യാപകനാണ്, രാവിലെ എഴുന്നേറ്റ് അധ്യാപക വൃത്തിക്ക് പോകുന്നു. വേറെ ആള് പോർട്ടറാണ്, അയാൾ തല ചൂണ്ടെടുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ എന്ത് പണിക്ക് പോയാലും അതൊരു വർഷിപ്പാണ്. അപ്പൊ although salvation is the ultimate goal, Ghazali would not want that pursuit to be disregarded of one's mundane obligations. Indeed, pursuit of economic activities is not merely desirable, it is imperative for salvation. എന്ന് പറഞ്ഞാൽ ഒരാള് ഞാൻ പണിക്കൊന്നും പോകുന്നില്ല, എനിക്ക് വീട്ടില് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂല. ഒരാള് ജോലിക്ക് പോവുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ദീനീപരമായ കടമയാണ് എന്നാണ് ഗസാലി പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വെറുതെ എനിക്ക് വേണമെങ്കിൽ പോയാൽ മതി, സൗകര്യം ഉണ്ടായി പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്, ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ നോട്ട് മിയർലി ഡിസൈറബിൾ, ഇറ്റ് ഈസ് ഇംപെരേറ്റീവ് ഫോർ സാൽവേഷൻ. അത് ഒരു നമുക്ക് പ്രതിഫലം കിട്ടുന്ന, സ്വർഗത്തിലേക്ക് നയിക്കേണ്ട ഒരു കർമ്മം തന്നെയാണ്. He emphasizes middle path and the correctness of one intention. അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഇന്റൻഷൻ, നമ്മുടെ നെയ്യത്തുണ്ടല്ലോ, നെയ്യത്ത് കറക്റ്റ് ആവണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ജോലിക്ക് പോകുന്നത് ആർത്തി അടക്കാൻ ആവരുത്, നമ്മളുടെ ജീവിതം കളർഫുൾ ആക്കാനാവണം. നമ്മൾക്ക് എത്രയും സമ്പത്ത് ആർജിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് മുമ്പിൽ പെരുമ നടിക്കാനാവരുത്. മറ്റുള്ളവരോട് അങ്ങനായിട്ട് മത്സരിച്ച് ഓനേക്കാൾ ധനികനാണ് എന്ന് പറയാനാവരുത്. അതാണ് ഇന്റൻഷൻ. ഇന്റൻഷൻ കറക്റ്റ് ആവണം. ഇന്റൻഷൻ കറക്റ്റ് ആയി അപ്പോ ഒരാള് ജോലിക്ക് പോകുന്നത്, പണം സമ്പാദിക്കുന്നത് ഒന്നുകിൽ നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദീനിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ വേണ്ടി, അത്രയൊക്കെ ആവാം. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം. അതിനപ്പുറം പോയാൽ അത് ആണ് ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റൻഷൻസ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ഡിവൈൻ ലോസ്, then economic activities are turnabout to worship. അത് നമുക്കൊരു ആരാധനാകർമ്മം തന്നെയാണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി. അതുകൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും അത് നിർബന്ധവുമാണ് എന്നാണ് ഗസാലി കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ജോലി ചെയ്യണം, കൂടുതൽ പണം ഉണ്ടാക്കണം എന്ന് പറയുന്നതിലുള്ള പ്രചോദനം ആധുനിക മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടിൽ അത് പ്രോഫിറ്റ്, ധനം സമ്പാദിക്കാനുള്ള അവന്റെ ആഗ്രഹം മാത്രമാണ്. ഇവിടെ അതിലുപരി അതിനെ നമുക്ക് പരലോകവുമായി, നമ്മുടെ സാൽവേഷനുമായി, സ്വർഗവുമായി ബന്ധപ്പെടുത്തുന്നു എന്നതാണ് ഗസാലിയുടെ പ്രധാനപ്പെട്ടത്. ഇനി എക്കണോമിക് ഡ്യൂട്ടീസ്, നമ്മൾ എന്തിനാണ് എക്കണോമിക് ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഫാമിലി സപ്പോർട്ട് ആസ് ഒബ്ലിഗേഷൻ. നമ്മൾക്ക് സ്വയം പര്യാപ്തരാവണം. എന്ന് പറഞ്ഞാൽ കുറെ കാലം ഒരാൾ പ്രായപൂർത്തിയാകുമ്പോ പിന്നെ വാപ്പനെയും ഉമ്മനെയും ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം. രണ്ടാമത്തത് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനാവണം. മൂന്നാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോലി. അപ്പൊ ഗസാലി considers the development of the economy as a part of divinely ordained socially obligated duties. എന്ന് പറഞ്ഞാൽ ഫർള് കിഫായ ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാള് എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറയുന്നത് ഫർള് കിഫായയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് എല്ലാവരും അടിയന്മാരാകാൻ പാടില്ല. കുറച്ചാണെങ്കിലും ഈ ജോലിക്ക് പോയി ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്ത് ഭക്ഷണം വേണം നാട്ടിലെ ആളുകൾക്ക്. അപ്പം കുറെ ആളുകൾ കൃഷി ചെയ്യണം. കൃഷി ആരും ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. കൃഷി ആരും ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. കുറച്ചാണെങ്കിലും കൃഷി ചെയ്യണം. അതുകൊണ്ട് അത് ഫർള് കിഫായയാണ്, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അതേപോലെ ഓരോ സംഗതി അങ്ങനെയാണ്. ചിലർക്ക് ഭക്ഷണം വേണ്ടി വരും. അതേപോലെ തന്നെ ഓരോ സംഗതിയും നമുക്കിപ്പോ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു എക്കോണമിയിൽ എന്തൊക്കെ വേണോ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഫർള് കിഫായാണ്. അപ്പൊ അത് സെൽഫ് സഫിഷ്യൻസിക്ക് ആവാം,
വെൽബീങ് ഓഫ് ഫാമിലി ആവാം, അതേപോലെ തന്നെ അതേഴ്സിന്റെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യാം. അങ്ങനെ ആളുകൾ അങ്ങനെ സ്വയം ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, സ്വയം ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ അത് സമൂഹത്തിന്റെ നാശത്തിലേക്ക് നയിക്കും എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ചില ആളുകൾ അതേപോലെ എനിക്ക് സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ലിവിങ് മതി, നമ്മളെ മതപരമായ കുറച്ചുകൂടി ദീന് പഠിച്ച ആളുകൾ എന്ന് പറയുമ്പോ അവര് എനിക്ക് നിസ്കാരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി, ആവശ്യത്തിന് ഒരു മിനിമം ഫുഡ് കിട്ടിയാൽ മതി, ചെറിയൊരു വീട് മതി, അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത് നല്ലൊരു സംഗതിയാണ് നമുക്കിടയിൽ, ദീനീ ബോധമുള്ളവർക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഗസാലി പറയുന്നത്. അങ്ങനെ നമ്മൾ സബ്സ്റ്റനൻസ് ലെവൽ മാത്രം മതി എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ലിവിങ് മാത്രം മതി എന്നുള്ളതിന് അദ്ദേഹം വിമർശിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിമർശിച്ച് അല്ലാതെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയില്ല. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആളുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ, കൂടുതൽ പണം സമ്പാദിക്കാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ താല്പര്യം ഉണ്ടാവണം. ദീനൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നില്ല. റിലിജിയൻ വിൽ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെ ചെയ്താൽ മതം തന്നെയാണ്, ദീന് തന്നെയാണ് നശിപ്പിക്കപ്പെടുക എന്നാണ്. വേൾഡ്ലി ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഹിയർ ആഫ്റ്റർ. നമ്മള് പിന്നെ വേൾഡ്ലി ലൈഫ് എന്ന് പറയുന്നത് ഹിയർ ആഫ്റ്ററിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ അതിൽ നിന്ന് വിട്ടുക്കലല്ല, നമ്മൾ ഇതൊക്കെ ചെയ്യണം, ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് നീങ്ങുകയാണ് വേണ്ടത് എന്നാണ്. Thus, if subsistence living were the norm, human productive effort would suffer in addition to society's spiritual loss. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, സമൂഹത്തിന്റെ സ്പിരിച്വലി ആളുകൾക്ക് പിന്നെ ആത്മീയമായ ഒരു അഭിവൃദ്ധി ഇല്ലാതാവും ഒരു വശത്ത്, അതോടൊപ്പം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാവുന്നതോടുകൂടി ആ സമൂഹം അങ്ങനെ നശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോ അത് ഗസാലിയുടെ ഒരു പ്രൊമോഷനാണ്. അതേപോലെ വെൽത്ത് ആൻഡ് മോട്ടിവേഷൻ. വെൽത്ത് ആസ് മോട്ടിവേഷൻ ബട്ട് വാർണിംഗ് അഗൈൻസ്റ്റ് ഗ്രീഡ്. ഒരു വശത്ത് വെൽത്ത് എത്രയും സമ്പാദിക്കാനുള്ള മോട്ടിവേഷൻ ഗസാലി നൽകുന്നുണ്ട്, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, അതേസമയം അത് ഗ്രീഡിലേക്ക് നയിക്കാൻ പാടില്ല. മാക്സിമൈസേഴ്സ് ആൻഡ് അക്വിസിറ്റീവ്, he sees nothing rigorously condemnable about such tendencies. ഞാൻ പറഞ്ഞു, man loves to accumulate wealth and possessions of all kinds of property. ഹിയാവുലുദ്ദീൻ അദ്ദേഹം എഴുതി വെച്ചാണ്, എത്ര സമ്പത്ത് ഉണ്ടാക്കാനും അദ്ദേഹം താല്പര്യപ്പെടണം. അങ്ങനെ why? എന്തുകൊണ്ടാണ് അത്? Because man is high aspirations. മനുഷ്യന് ധാരാളം വലിയ സ്വപ്നങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാവണം എന്നാണ്. Wealth which is enough now may not last. എന്ന് പറഞ്ഞ ഒരാള് എനിക്ക് ഇത്രയൊക്കെ സമ്പത്ത് മതി അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചാല് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ആ സമ്പത്ത് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും, തീർന്നു പോകും. അതുകൊണ്ട് പരമാവധി സമ്പത്ത് ആർജിക്കാൻ നമ്മൾ ശ്രമിക്കണം, ഫർദർ അക്യുമുലേഷനിലേക്ക് പോകണം. But such fears do not end even if he has all possessions of the world. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള സമ്പത്ത് ഒരു മനുഷ്യന് കിട്ടിയാലും നിർത്തേണ്ടതില്ല, അവൻ കൂടുതൽ സമ്പത്ത് ആർജിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാണ്. Not only man's desire to accumulate wealth but also his need to be prepared for the future. എന്ന് പറഞ്ഞാൽ ഭാവിക്ക് വേണ്ടി, അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് അവൻ കൂടുതൽ അധ്വാനിക്കണം, സമ്പത്ത് ഉണ്ടാക്കണം. ഇതാണ് ഗസാലിയുടെ കൺസെപ്റ്റ്. ഇനി അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ലോഫുൾ ഇൻകം ആൻഡ് ഷെയറിംഗ്. അപ്പോ നിയമപരമായി അത് ശരിയായിരിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് ലോഫുൾ മീൻസ്. അപ്പൊ 3 സോഴ്സ് ഓഫ് ഇൻകം ആണ് ഗസാലി പറയുന്നത്. ഒന്ന്, ത്രൂ ഇൻഡിവിജ്വൽ ലേബർ. 2, പ്രോഫിറ്റ്സ് ഫ്രം ട്രേഡിംഗ്. 3, അക്വിസിഷൻ ഓഫ് ഫോർച്യൂൺസ്. ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ കുഴിച്ചെടുക്കുന്നത്, ഖനനം ചെയ്തെടുക്കുന്നത്, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന 3 ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പറയുന്നു. ആൻഡ് ഫോഴ്സ്ഡ് ഈക്വാളിറ്റി. നമ്മള് സോഷ്യലിസം വന്നപ്പോ ലോകത്തുണ്ടായ ഒരു കൺസെപ്റ്റ് ആണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അത് നല്ല കാര്യമാണെന്ന് ആളുകൾ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സോഷ്യലിസം അല്ല നല്ലത്, ഇസ്ലാം പറയുന്നതിനേക്കാൾ നല്ലത് സോഷ്യലിസം അല്ലേ എന്ന് മുസ്ലിങ്ങൾക്ക് പോലും പലപ്പോഴും തോന്നാറുണ്ട്. ഈക്വാലിറ്റി എതിരാണ് ഇസ്ലാം. ഇങ്ങനെ ഈക്വാലിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോ ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ ചെയ്തത് കമ്പൽസറി ഷെയറിംഗ് ആണ്. കമ്പൽസറി ഷെയറിംഗ്. എന്റെ സമ്പത്ത് വിറ്റെടുത്ത്
നിങ്ങൾക്ക് തരാം. അങ്ങനെ കമ്പൽസറി ഷെയറിങ് ഒരിക്കലും പാടില്ല എന്നാണ്. വേണമെങ്കിൽ പിന്നെ ഈ നമ്മൾ ഇസ്ലാമിലുള്ളത് അത് വളണ്ടറി ഷെയറിങ് ആണ്. വളണ്ടറി ഷെയറിങ് ആണ്. സക്കാത്ത് കൊടുക്കുന്നതിന്റെ പുറമെ നമുക്ക് എത്ര വേണമെങ്കിലും ദാനം ചെയ്യാം. അത് വളണ്ടറി ഷെയറിങ് ആണ്. വളണ്ടറി ഷെയറിങ് കൊടുത്താലേ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. നമ്മൾ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം, മറ്റോരും ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റോന്റെ പിടിച്ചെടുത്ത് എനിക്ക് കിട്ടുമെന്ന് തോന്നിയാൽ ഞാൻ പിന്നെ അതിന് പണിയെടുക്കൂല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കാൻ മെനക്കെടൂല. അപ്പോ എക്കണോമിക് പ്രോഗ്രസ് ഇല്ലാതാവുകയാണ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മള് സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കണം. ഇനി ഒരാൾക്ക് അധ്വാനിക്കാനൊക്കെ കഴിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവണം. ഇത് രണ്ടു വശത്തും നമ്മൾ ഇസ്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇയ്യാഉലുദ്ദീനില് ഇമാം ഗസാലി പറയുന്നത്. വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്, നമുക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ആർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരേ സമയം എത്ര വേണേ സമ്പത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരാള് എത്ര വേണേ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആവും പോലും അതിന് മാത്രം ഇങ്ങനെ അധ്വാനിച്ച് നടക്കുകയാണ്. അയാൾക്ക് വേറൊരു ചിന്തയില്ല, സമ്പത്ത് ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഗ്രീഡ് എന്ന് പറയുക. അങ്ങനെ ഗ്രീഡ് ഉണ്ടാവാനും പാടില്ല. അപ്പോ അതേപോലെ തന്നെയാണ് മറ്റൊന്ന് പിന്നെ ഹോർഡിംഗ് ആൻഡ് അണത്തിക്കൽ വെൽത്ത് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള സമ്പത്ത് നമ്മൾ പൂഴ്ത്തി വെക്കുക എന്നുള്ളത്. പൂഴ്ത്തിവെപ്പ് അതിനേക്കാൾ അപകടകരമാണ്. സമ്പത്ത് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ സ്വർണമായാലും അല്ലെങ്കിൽ മറ്റെന്ത് സമ്പത്തായാലും നമ്മൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. അങ്ങനെ ഇറക്കിക്കൊണ്ടില്ലെങ്കിൽ ഹോർഡിംഗ് വെൽത്ത് ആവും. അങ്ങനെ ഹോർഡിംഗ് വെൽത്ത് യഥാർത്ഥത്തിൽ അതിന് പിന്നെ ഗസാലി ഉപയോഗിച്ചിരിക്കുന്ന എക്സാമ്പിള് ഒരു പിന്നെ അഡ്മിനിസ്ട്രേറ്ററെ, റൂളറെ നമ്മൾ തടവിലിട്ടാൽ അയാൾക്ക് ഭരിക്കാൻ കഴിയില്ല. ഒരു ഭരണാധികാരിയെ തടവിലിടുന്നത് പോലെയാണ് ഒരാളുടെ സമ്പത്ത് ഹോർഡ് ചെയ്ത് വെക്കുന്നത് എന്നാണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ പൂഴ്ത്തി വെക്കാൻ പാടില്ല. ഇംപ്രിസൺമെന്റ് ഓഫ് എ പബ്ലിക് അതോറിറ്റി നോട്ട് അലൗഡ് ടു പെർഫോം ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷൻസ്. അതേപോലെ നമ്മൾ സമ്പത്ത്, ധനം, ഒരു വിധത്തിലുള്ള ധനവും പൂഴ്ത്തി വെക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഗസാലിയുടെ മറ്റൊരു മേഖലയാണ് മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് വളരെ വിശാലമായി തന്നെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. മാർക്കറ്റ് പിന്നെ അതില് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ ഓടിച്ചു പോവാണ്, സ്ലൈഡ് വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പിന്നെ സ്ലൈഡ് ഓടിച്ചു പോയാൽ മതി. ഒന്ന് മാർക്കറ്റിന്റെ ആവശ്യം എന്താണ് ഗസാലി പറയുന്നത്. ഇത് ഇമാം നമ്മൾ പറയും ഈ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തില് ഐഡൻ സ്മിത്ത് ഒക്കെ വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതേ സംഗതി അതിനേക്കാൾ വിശാലമായി വളരെ സിമ്പിളായി ഇയ്യാഉലുദ്ദീനില് ഇമാം ഗസാലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റിന്റെ ആവശ്യകത? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സംഗതി ഉത്പാദിപ്പിക്കുന്നു, നിങ്ങൾ വേറൊരു സംഗതി ഉത്പാദിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് വേണം, നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണം, തിരിച്ചു അങ്ങോട്ടും വേണം. അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ആ എക്സ്ചേഞ്ച് ബാർട്ടർ എക്സ്ചേഞ്ച് ആണ്. അതേ സമയം തന്നെ ഞാൻ പിന്നെ എന്റെ കയ്യിലുള്ള സാധനം നിങ്ങൾക്ക് വേണ്ടിയല്ല, അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള സാധനം എനിക്ക് വേണം. അപ്പോ അവിടെ ഒരു മീഡിയേറ്റർ വേണ്ടി വരും. എന്റെ കയ്യിലുള്ളത് ഞാൻ അയാൾക്ക് വിൽക്കുന്നു, അയാളെടുത്ത് ഞാൻ വാങ്ങുന്നു. അങ്ങനെ ഒരു മീഡിയേറ്റർ വന്നു. ദാറ്റ് മീഡിയേഷൻ ഈസ് എ ബിസിനസ്മാൻ. ആ ബിസിനസ്മാൻ അങ്ങനെ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന നേരം അയാൾക്ക് അതിൽ നിന്നൊരു പ്രതിഫലം വേണ്ടി വരും. അതിനെയാണ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഒരിക്കലും തെറ്റല്ല. പ്രോഫിറ്റിനെ പ്രൊമോട്ട് ചെയ്യാണ് ഇതിലൂടെ. ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ബിസിനസ് കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ബിസിനസ് ഓരോരുത്തരും ബിസിനസ് ഡെവലപ്പ് ചെയ്താൽ അവിടെ പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഈ പ്രൈസ് എങ്ങനെ നിർണ്ണയിക്കണം. അപ്പോ ഇതൊക്കെ പിന്നെ ആഡം സ്മിത്ത് അതേപോലെ തന്നെ മറ്റേ എക്കണോമിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതേ സംഗതി വളരെ സിമ്പിളായി ഇയ്യാഉലുദ്ദീൻ നമ്മോട് പറയുന്നുണ്ട്. മാർക്കറ്റിൽ വില നിർണ്ണയിക്കേണ്ടത് ഡിമാൻഡും സപ്ലൈയും വെച്ചിട്ടാണ്. ഇപ്പൊ ഡിമാൻഡ് കൂടുന്ന നേരം വില കൂടും, അതേപോലെ തന്നെ സപ്ലൈ കൂടുന്ന നേരം വില കുറയും. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന നിർണ്ണയിക്കുന്ന വില, അതിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് നമ്മൾ മോഡേൺ എക്കണോമിക്സിൽ പറയുന്നത്. ആ ഇക്വിലിബ്രിയം പ്രൈസിനെ പിന്നെ ഗസാലി വിശേഷിക്കുന്ന ജസ്റ്റ് പ്രൈസ് എന്നാണ്. വേർഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഇക്വിലിബ്രിയം പ്രൈസ് തന്നെ. അപ്പൊ പ്രൈസ് ഡിറ്റർമിനേഷൻ വളരെ കൃത്യമായി ഈ ഗസാലി വളരെ സിമ്പിൾ ആയിട്ട് വിവരിക്കുന്നു. അതേപോലെ അതിനു മുമ്പ് ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നതിന്റെ മണി ഇല്ലാത്തതിന്റെ ഡിഫിക്കൽട്ടീസ് എന്ന പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി വളരെ മനോഹരമായി അദ്ദേഹം പറയുന്നു. ഒരാളെടുത്ത് ഒരു ഒട്ടകുണ്ട്, ആ ഒട്ടകമുള്ള ആൾക്ക് ആ ഒട്ടകത്തെ വിൽക്കണം. പക്ഷെ അയാൾക്ക് കൊടുക്കാൻ വേറൊരു സാധനം നാട്ടിലിടയില്ല. പിന്നെ എങ്ങനെ ഒട്ടകത്തെ വിൽക്കാൻ കഴിയുക എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. ഇതേ സംഗതി തന്നെയാണ് ആഡം സ്മിത്തും ഈ അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് പറയുന്നത്. എക്സാമ്പിൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോ
ഈ ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ആവശ്യകതയും പണത്തിന്റെ ഫങ്ഷൻസും വളരെ മനോഹരമായി മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മൊത്തപ്പോ നമ്മള് എന്ന് പറഞ്ഞത് ക്യാപിറ്റലിസം ആണ് ഈ ഫ്രീ മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഫ്രീ മാർക്കറ്റിനെയും പ്രൈസ് ഡിറ്റർമിനേഷനെയും പ്രൊമോട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ഇസ്ലാം തന്നെയാണ്. ഒരു മാർക്കറ്റ് എപ്പോഴും മറ്റ് എക്സ്റ്റേണൽ ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം. വില ഒരു പക്ഷേ വില കൂടിയേക്കാം, നമുക്ക് ചിലപ്പോൾ വില കൂടിയേക്കാം. വില കൂടിയാൽ അത് പിന്നെ ഉൽപാദകർക്ക് കിട്ടുന്ന ഒരു റഹ്മത്താണ്. ഇതാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഉൽപാദകർക്ക് ഇപ്പോ പിന്നെ പഞ്ചസാരയുടെ വില കൂടിയാൽ പഞ്ചസാര കർഷകർക്ക് ഒരു പക്ഷെ അധികം പ്രൈസ് കിട്ടാം. അല്ലെങ്കിൽ ഉള്ളിയുടെ വില കൂടിയാൽ ഉള്ളി കർഷകർക്ക് കുറച്ചധികം പ്രൈസ് കിട്ടാം. അത് അവർക്ക് കിട്ടുന്ന റഹ്മത്താണ്. അതേസമയം തന്നെ ആളുകളുടെ നെസസിറ്റീസ് ഉണ്ടാവും. നെസസിറ്റീസിന്റെ വില കൂടിയാൽ ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കല്ല? പ്രൊഡ്യൂസേഴ്സിനല്ല അതിന്റെ ഉത്തരവാദിത്തം. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. Government should interfere in the market to reduce the price or to make available that commodity to the people at cheap price. ജനങ്ങൾക്ക് അത് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടുകയാണ് വേണ്ടത്. അപ്പോ ഈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ജെയിം കെയ്ൻസിന്റെ 1930-കൾക്ക് ശേഷം വന്നൊരു കൺസെപ്റ്റാണ്. മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടണം അനിവാര്യമായ സന്ദർഭത്തിൽ. പക്ഷെ ഗസാലി അത് അന്ന് പറഞ്ഞിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ഗസാലി എഴുതിയിട്ടുണ്ട്, ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് നെസസിറ്റീസ് അവൈലബിൾ ആക്കാൻ മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യേണ്ടതും വില കുറച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ടതും. ഇത്തരം സംഗതികളൊക്കെ ഈ നേരത്തെ പറഞ്ഞ സംഗതികളാണ് ഇനി വരുന്ന സ്ലൈഡിലൊക്കെ. അപ്പം എക്സ്ചേഞ്ച്, മാർക്കറ്റിൽ എക്സ്ചേഞ്ചിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ട്രേഡ് ഡൈനാമിക്സ്, ഇതൊക്കെ ഞാൻ ചുരുക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റോൾ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലിസം പറയുന്നതിനും ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആയിട്ടാ പറയാ പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളത് കൊണ്ടാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറയും. അതേ പ്രോഫിറ്റ് തന്നെയാണ് ഗസാലിയും പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് നമുക്ക് പരമാവധി അക്വയർ ചെയ്യാൻ കഴിയണം. അതേസമയം അത് പ്രോഫിറ്റിയറിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അമിതമായി ലാഭം ഈടാക്കുക അത് പാടില്ല പ്രോഫിറ്റിന്. അപ്പോ ഗസാലി അതിന് പറഞ്ഞിട്ടുള്ളത്, നമ്മള് കച്ചവടം ചെയ്യുമ്പോൾ പിന്നെ നെസസറി ഗുഡ്സിന് എത്ര ശതമാനം വരെ പ്രോഫിറ്റ് ഈടാക്കാമെന്നതിന് അദ്ദേഹം അപ് ടു 10-12% എന്ന് വരെ വ്യക്തമായി ഗസാലി പ്രതിപാദിക്കുന്നു. ഗസാലി റെക്കഗ്നൈസസ് എസെൻഷ്യൽ ടു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് പ്രോഗ്രസീവ് എക്കോണമി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു എക്കോണമിയുടെ, പ്രോഗ്രസീവ് എക്കോണമി നിലനിൽക്കാൻ അനിവാര്യമായതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ അതാ വരുന്നത്. അപ്പൊ പ്രൈസ് ഡിറ്റർമിനേഷൻ ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞു, പ്രോഫിറ്റ് പറഞ്ഞു. അദ്ദേഹം പറയുന്ന പ്രോഫിറ്റ് ആർ വ്യൂഡ് ആസ് റിട്ടേൺ ഓൺ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പൊ മോഡേൺ എക്കണോമിക്സിൽ ഇതിനൊക്കെ പ്രത്യേകിച്ച് തിയറി ഉണ്ട്. അൺസർട്ടനിറ്റിയുടെ പ്രതിഫലമാണ് പ്രോഫിറ്റ് എന്ന്. അതേപോലെ തന്നെ ഈ തിയറികളുടെ ഒക്കെ ആദ്യ രൂപം അദ്ദേഹം ഈ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. എക്സസീവ് പ്രോഫിറ്റിനെ അദ്ദേഹം ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. He insists that sellers should be guided profits of the ultimate market, that is the hereafter. നമ്മൾ പ്രോഫിറ്റ് കിട്ടണം എന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് പ്രോഫിറ്റ് എന്താണ് അദ്ദേഹം ഓർമ്മിക്കുന്നത്? ദാറ്റ് ഈസ് ദ ഹിയറാഫ്റ്റർ. നമുക്ക് സ്വർഗം കിട്ടുകയാണ് വേണ്ടത്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെ വാങ്ങണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനനുസരിച്ചാണ് നമ്മുടെ പ്രോഫിറ്റ് ഡിറ്റർമിനേഷൻ ഉണ്ടാവേണ്ടതാണ്. അതേപോലെ തന്നെ എത്തിക്സ് ഇൻ മാർക്കറ്റ് ബിഹേവിയർ. എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മൾ ഇല്ലാതിരിക്കേണ്ടത്, നമുക്ക് സൂക്ഷിക്കേണ്ട സംഗതികൾ എന്തെല്ലാം അതിൽ പറയുന്ന ഒന്ന് പ്രോഫിറ്റിയറിംഗ്, നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഹോർഡിംഗ്, പൂഴ്ത്തിവെപ്പ് പാടില്ല. സാധനങ്ങൾ പൂഴ്ത്തിവെക്കാൻ പാടില്ല, പണവും പൂഴ്ത്തിവെക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഫുഡ് സ്റ്റെപ്സിന്റെ കാര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കയറാൻ കാരണം പലപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പൂഴ്ത്തിവെപ്പാണ്. അത് സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഫാൾസ് അഡ്വർടൈസ്മെന്റ്, നമ്മുടെ പരസ്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കണം. അഡ്വർടൈസ്മെന്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആവരുത്. അതേപോലെ തന്നെ പ്രാക്ടീസ് അഡൾട്ടറേഷൻ, മായം ചേർക്കാം. അതേപോലെ പിന്നെ ഡിസെപ്റ്റീവ് ഗ്രേഡിംഗ്, നമ്മൾ തന്നെ നമ്മുടെ വസ്തുവിന് ഗ്രേഡിംഗ് നടത്തുന്നു, അതിന്റെ മാർക്കറ്റിംഗ്.
ആൻഡ് കൺട്രോൾ ഓഫ് മാർക്കറ്റ്സ് ബൈ സീക്രട്ട് ഡീലിംഗ്സ് ആൻഡ് പ്രൈസ് മാനിപ്പുലേഷൻ. ഷെയർ മാർക്കറ്റിലൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്, പല ബിസിനസ്സിലും നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ അടികൂടി കഴിച്ചിട്ട് വില വർദ്ധിപ്പിക്കുക, ചില സാധനങ്ങൾക്ക് പ്രൈസ് മാനിപ്പുലേഷൻ നടത്തുക. ഇതൊക്കെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗസാലി അത് സൂക്ഷിക്കണമെന്ന് പറയുന്നു. അത് ഗസാലി മാർക്കറ്റ് ആർ ടു ഫങ്ഷൻ ഫ്രീലി ആൻഡ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഓൾ ദീസ് ഡിസെപ്ഷൻസ്. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്തരം തിന്മകളിൽ നിന്ന് മുക്തമായിരിക്കണം എന്നാണ്. അപ്പോ പിന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയർ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഗസാലി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു ബേസ് ആണ്, മാർക്കറ്റാണ് ഇതുവരെ പറഞ്ഞത്. പ്രൊഡക്ഷൻ, ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രൊഡക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന ക്ലാസിഫിക്കേഷൻ ഗസാലി നടത്തുന്നുണ്ട്. എക്കണോമിക് പർസ്യൂട്ട് ആസ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽസ് വർഷിപ്പ്. പ്രൊഡക്ഷൻ ഓഫ് നെസസിറ്റീസ് സ്പെസിഫിക്കലി വ്യൂഡ് ആസ് സോഷ്യലി ഒബ്ലിഗേറ്ററി ഡ്യൂട്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫർള് കിഫായ, മനുഷ്യർക്ക് ആവശ്യമായ സാധനങ്ങൾ. ഉദാഹരണം, ഒരു നാട്ടില് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് വിചാരിക്കാം. തൊഴിലില്ലായ്മ രൂക്ഷമാണ്, ആളുകൾ എന്തൊക്കെ പൈസ കണ്ട്, പൈസ ഉള്ളവരൊക്കെ അത് ബാങ്കിലിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് പലിശയിൽ നിന്ന്. എന്നിട്ട് ആളുകൾ ഒരു എന്റർപ്രണർഷിപ്പും തുടങ്ങുന്നില്ല, ആളുകൾക്കൊന്നും പണിയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അവസ്ഥ ഉണ്ടായാൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും എന്റർപ്രണർഷിപ്പ് തുടങ്ങുക എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ആ നാട്ടിലെ സമ്പന്നരുടെ കൂടി ബാധ്യതയാണ്. സോഷ്യലി ഒബ്ലിഗേറ്ററി ആണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി പണിയെടുക്കാം. അതേപോലെ കൃഷി ഇല്ലാതായാൽ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള പണിയെടുക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ കച്ചവടം ഇല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കച്ചവടം തുടങ്ങാനുള്ള നടപടി എടുക്കണം. ഒരു നാട്ടിലൊരു ഹോട്ടൽ തീരെ അല്ലാന്ന് വിചാരിക്കാം, ആളുകൾ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഹോട്ടൽ തുടങ്ങാന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, ഫർള് കിഫായാണ്. അപ്പൊ ആ രീതിയിൽ സോഷ്യലി ഒബ്ലിഗേറ്ററി ആണ് അത്തരം അനിവാര്യമായ സംഗതികൾ തുടങ്ങുന്നത് എന്നാണ്. അപ്പൊ പാർട്ടി ഇൻഡിവിജ്വൽ വർഷിപ്പ് ആണ്. ഇഫ് someone engage in producing such goods in sufficient quantities for society's needs, then the obligation of all is fulfilled. അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെയും ബാധ്യത അതോടുകൂടി അവസാനിക്കുന്നു എന്നാണ്. ഇനി ഹൈറാർക്കി ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനിൽ തന്നെ ഹൈറാർക്കി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോ പ്രൈമറിയിൽ വരുന്നത് ബേസിക് ഇൻഡസ്ട്രീസ് ആണ് അദ്ദേഹം പറയുന്നത്. അതിൽ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ നെസസിറ്റീസ് ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വ്യവസായങ്ങളൊക്കെയാണ് പ്രൈമറി എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ ആൻസിലറി ആക്ടിവിറ്റീസ് ആണ് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻഡസ്ട്രീസിന്റെ അനുബന്ധമായിട്ട് വരുന്നത്. അതിൽ വരുന്നത് അയൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, മിനറൽസ് എക്സ്പ്ലോറേഷൻ, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ബേസ്ഡ് ഫോറസ്റ്റ് റിസോഴ്സസ്, അതുമായി ബന്ധപ്പെട്ടതാണ്. കോംപ്ലിമെന്ററി ആക്ടിവിറ്റീസ് ആണ് ടെർഷറിയിൽ അദ്ദേഹം പറയുന്നത്, സച്ച് ആസ് ഗ്രൈൻഡിങ്, അതേപോലെ തന്നെ ബേക്കിംഗ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് നാട്ടിൽ തുടങ്ങേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം, മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. Suggests that within this group the role of the state as a mediating force is rather crucial. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗവൺമെന്റിന് കൂടി അതിൽ റോളുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടില് ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക, അത് ഗവൺമെന്റിന്റെ കൂടി റോളാണ്. അതേപോലെ തന്നെ പിന്നെ he believes that to ensure proper harmony of socio-economic environment, all three groups must be actively promoted and persuaded. എല്ലാ മൂന്ന് ഗ്രൂപ്പും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്ന് രീതിയിലുള്ള ഇൻഡസ്ട്രീസ് നാട്ടിൽ വേണം. അതിനുള്ള നടപടികൾ ഗവൺമെന്റോ ജനങ്ങളോ എടുക്കണം. ദാറ്റ് ഈസ് ദ ഡിവൈൻ ഡ്യൂട്ടി ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ് എന്നത് വീണ്ടും പറയുന്നത്. പിന്നെ അതിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് വരുന്നതാണ് ഡിവിഷൻ ഓഫ് ലേബർ. കഴിഞ്ഞ പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നേരത്തെ ആഡം സ്മിത്തിന്റെ കൺസെപ്റ്റ് ആയിട്ടാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. ഗസാലിയാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിന്റെ ചില എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ബ്രെഡ്, നമ്മൾ കഴിക്കുന്ന ഒരു കഷ്ണം ബ്രെഡ്, അത് ബ്രെഡായി മാറി നമ്മുടെ കയ്യിലേക്ക് എത്താൻ ഒരു പക്ഷേ നമ്മൾ വളരെ ഡീപ്ലി ചിന്തിച്ചാൽ 1000 ആളുകൾ അതിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടാവുന്നതാണ്. അദ്ദേഹം തുടങ്ങുന്നത് അതിന് ആദ്യം കൃഷി തുടങ്ങണം. കൃഷി തുടങ്ങണമെങ്കിൽ ഭൂമിയെ ചിട്ടപ്പെടുത്തണം, ഭൂമിയിൽ കള പറിക്കണം,
ഭൂമിയിൽ അതേപോലെ തന്നെ കന്നുകൂട്ടണം, അതിന് കന്നുകൂട്ടാനുള്ള സംവിധാനം ഒരുക്കണം, അവിടെ ഇറിഗേഷൻ നടത്തണം, അങ്ങനെ അവിടെ വിത്ത് വാങ്ങണം, വിത്ത് നടണം, അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, ഒരു കഷ്ണം ബ്രെഡ് നമുക്ക് കിട്ടാൻ 1000 ആളെങ്കിലും അതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ടാവുമെന്നാണ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്രയും മനോഹരമായി അദ്ദേഹം പറയുന്നത്. അപ്പോ അങ്ങനെ വരുന്നേരം അതിന്റെ സ്പെഷ്യലൈസേഷൻ വേണ്ടി വരും. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ പണി എടുക്കേണ്ടതില്ല, ചില പണി മാത്രം. ഒരാള് പൊടിക്കുന്ന ആളാണെങ്കിൽ അയാൾ പൊടി മാത്രം ചെയ്യേണ്ടി വരും, ബ്രെഡ് ഉണ്ടാക്കുന്ന ആള് ബ്രെഡ് മാത്രം ഉണ്ടാക്കേണ്ട. അപ്പൊ സ്പെഷ്യലൈസേഷൻ അതോ പ്രോസസ്സിൽ സ്പെഷ്യലൈസ് ചെയ്യാന്നാണ്. അതേപോലെ അദ്ദേഹം തുടർന്ന് പറയുന്ന ഒരു പിൻ മേക്കിംഗ് ഇൻഡസ്ട്രി എന്നാണ് ആഡം സ്മിത്ത് യൂസ് ചെയ്യുന്നത്. നീഡിൽ മേക്കിംഗ് ഇൻഡസ്ട്രീസിനെ അതേപോലെ എത്രയോ പ്രോസസ് ആയിട്ട് ചെയ്യാമെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, സ്പെഷ്യലൈസേഷൻ ആൾസോ ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. ഇത് ആഡം സ്മിത്തിന്റെ കാഴ്ചപ്പാടല്ല, കോൺട്രിബ്യൂഷൻ അല്ല, എസാലിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. വളരെ രസകരമായ എക്സാമ്പിളിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നീഡ് ഫോർ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ യൂസ് എക്സാമ്പിൾ ഓഫ് നീഡിൽ acknowledge Adam Smith spin factory example 7 centuries later. Even the small needle become useful only after passing through the hands of needle makers about 25 times, each time going through a different process എന്നാണ് ഈയിൽ അദ്ദേഹം എഴുതിയത്. 25 പ്രോസസ്സിലൂടെയാണ് ഒരു സൂചിയായി മാറി നമ്മുടെ കയ്യിലെത്തുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷെ ആഡം സ്മിത്ത് അവിടുന്ന് 6 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഉപയോഗിച്ച് ഇതേ സംഗതി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബർ. പിന്നെ ഗസാലി ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖല കോമ്പറ്റീഷനാണ്. അപ്പൊ നമ്മള് കോപ്പറേഷൻ ആണ് ഇസ്ലാമിക് എക്കോണമി പ്രൊമോട്ട് ചെയ്യുന്നത്. സഹകരണം വേണം, സഹകരണം ആവശ്യമാണ്, സഹകരണത്തെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇസ്ലാമിക് എക്കണോമിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് കോപ്പറേഷൻ വിത്ത് കോമ്പറ്റീഷൻ ആണ്. മത്സരാധിഷ്ഠിത കമ്പോളം, ആരോഗ്യപരമായ മത്സരം എപ്പോഴും നമ്മൾക്കിടയിൽ വേണം. അത് കച്ചവടക്കാർ തമ്മിൽ മാത്രമല്ല, മനുഷ്യർക്കിടയിലും വേണം. എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോ എന്റെ നാട്ടിലുള്ള ആളുകളെക്കാൾ നല്ല ജോലി എനിക്ക് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. എനിക്ക് മറ്റുള്ളവരുടെ വീടിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല വീട് ഉണ്ടാവാം എന്ന് ആഗ്രഹിക്കുന്ന കോമ്പറ്റീഷനാണ്. ഇതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് അഹന്ത നടിക്കാനും പെരുമ നടിക്കാനും ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയാവണം. വാഹനം അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അപ്പോ ഫെയർനെസ്, അത് അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമേ മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഉത്പാദന രംഗത്ത് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവിടെ ഫെയർനെസ് ഉണ്ടാവും, പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവും, പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാവും. ആ ഡെവലപ്മെന്റിനെ അദ്ദേഹം എടുത്തു പറയുന്നത്, when people live in a society and their desires for different things develop, there tends to be a struggle in fulfilling those desires. There is competition, but balance can be maintained by the exercise of authority and maintenance of justice. പക്ഷെ അത് മെയിൻറ്റെയിൻ ജസ്റ്റിസിന്, നീതിക്കെതിരാവാൻ പാടില്ല എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോ കോമ്പറ്റീഷൻ ഈസ് ബ്രോഡർ ടേംസിലാണ് അത് ഉപയോഗിച്ചത്. ദാറ്റ് കോമ്പറ്റീഷൻ ഈസ് generally not to be condemned or prohibited. Rather, he identifies 3 levels of competition: obligatory, desirable and permissible. അദ്ദേഹം കോമ്പറ്റീഷനെ തന്നെ 3 ആക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് ഒബ്ലിഗേറ്ററി കോമ്പറ്റീഷൻ. ഒബ്ലിഗേറ്ററി കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ടു പെർഫോം റിലീജിയസ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നതിൽ എല്ലാത്തിനും ജമാഅത്ത് നമസ്കാരം തന്നെ ഞാൻ നിർവഹിക്കും, അതിന് എനിക്കൊരു സ്ട്രിക്ട്നെസ് ഉണ്ടാവുക, ഞാൻ മറ്റുള്ളവരോട് മത്സരിക്കുക. അതേപോലെ തന്നെ ദാനം നൽകുന്നതിൽ നമ്മൾ മത്സരിക്കുക, അങ്ങനെ നല്ല കാര്യങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് ഒബ്ലിഗേറ്ററി, നിർബന്ധമാണ്. അത് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിസൈറബിൾ കോമ്പറ്റീഷൻ റിലേറ്റ്സ് ടു ദി അക്വിസിഷൻ ഓഫ് നെസസിറ്റീസ് ആൻഡ് കംഫർട്ട്സ്. എന്നാൽ ഡിസൈറബിൾ ആണ്, നിർബന്ധമല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരമാവാം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വീടുണ്ടാവാൻ മത്സരമാവാം, നല്ല ഭക്ഷണം കഴിക്കാൻ മത്സരമാവാം, നല്ല വാഹനം വാങ്ങാൻ മത്സരമാവാം എന്നുള്ളതാണ്. അത് നിർബന്ധമല്ല. അപ്പൊ സ്പെൻഡിങ് ഓൺ അതേഴ്സ് നീഡ്സ്, അതേപോലെ ദാനം ചെയ്യുന്നതിലും അങ്ങനെ ആവാം. അതേപോലെ മൂന്നാമത്തെ പെർമിസിബിൾ കോമ്പറ്റീഷൻ റിലേറ്റ്സ് ടു ദി അക്വിസിഷൻ ഓഫ് ലക്ഷറീസ്. ലക്ഷറീസിലും നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ആവാം. അതേസമയം കോമ്പറ്റീഷൻ മസ്റ്റ് നോട്ട് ലീഡ് ടു ജലസി, അസൂയയിലേക്ക് നയിക്കാൻ പാടില്ല. എനിക്കാവാം എന്നേ ഉള്ളൂ, മറ്റുള്ളവരാവുന്നതിൽ, മറ്റുള്ളവർക്ക് നല്ല വീടുണ്ടാവുന്നതിൽ
മറ്റുള്ളവർക്ക് നല്ല കാറുണ്ടാവുന്നതിൽ എനിക്ക് അസൂയ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് കണ്ടംപ്റ്റ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ അതിന് ഇല്ലാതാക്കാൻ പാടില്ല. പിന്നെ ഗസാലിയുടെ മറ്റേ പോപ്പുലേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ജനറലി കരുതാറുണ്ട് ഇസ്ലാം പോപ്പുലേഷൻ തിയറിക്ക് ലിമിറ്റേഷൻ എതിരാണ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഗസാലി ചില നമ്മുടെ പണ്ഡിതന്മാർ തന്നെ അങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ട്. ഗസാലിയുടെ കൺസെപ്റ്റിൽ അദ്ദേഹം പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിന് അദ്ദേഹം പെർമിസിബിൾ ആണ്. പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ റോബർട്ട് മാൽത്തസിന്റെ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ആണ് നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ പോപ്പുലേഷൻ തിയറി പഠിക്കുന്നത്. എന്നാൽ ഗസാലി സജസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 2 എക്കണോമിക് മോട്ടീവ്സ് ഫോർ പ്രാക്ടീസിംഗ് ബർത്ത് കൺട്രോൾ. ഒരാൾക്ക് ബർത്ത് കൺട്രോൾ ആവാം, നമുക്ക് മക്കളെ വേണമെങ്കിൽ നിയന്ത്രിക്കാം. അതിന് കാരണമായിട്ട് പറയുന്നത് ബർഡൻ ഓഫ് ലാർജ് ഫാമിലി, നമുക്ക് വലിയ ഫാമിലിയെ നമുക്ക് പോറ്റി വളർത്താൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നിയാൽ, ആൻഡ് പോസിബിലിറ്റി ദാറ്റ് സച്ച് ആൻ എക്സസീവ് ബർഡൻ കുഡ് പോസ് വൺ ഇൻടു ഇല്ലിസിറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. നമുക്ക് പിന്നെ അങ്ങനെ ലൈവ്ലിഹുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തിന്മയിലേക്ക് പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ബർത്ത് കൺട്രോൾ ആവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പക്ഷെ നിർബന്ധമായിട്ടല്ല പറയുന്നത്. ബട്ട് ദോ ബർത്ത് കൺട്രോൾ മേ ബി അക്സെപ്റ്റബിൾ ആക്ഷൻ ബേസ്ഡ് ഓൺ സച്ച് മോട്ടീവ്സ് ദാറ്റ് ടു പ്ലേസ് എ പേഴ്സൺ ബിലോ ദ റാങ്ക് ഓഫ് പ്രൈസ്വർത്തി ആൻഡ് പ്രിഫറബിൾ പീപ്പിൾ എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡിസ്കഷൻ മേഖല മണി, പണവുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചു. മണി ആൻഡ് കറൻസി ട്രാൻസിഷൻ ഫ്രം ബാർട്ടർ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു. ബാർട്ടർ സിസ്റ്റത്തിന്റെ ദോഷങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ഡിഫിക്കൽട്ടീസ് പറയുന്നു. പണം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്കോളേഴ്സ് എല്ലാവരും പറയുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് ബേസിസ് ഓഫ് കറൻസി. മണി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻവെൻഷൻസ് ആണ് എന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെൻഷൻ ഒന്നാണ് മണി. കാരണം അത് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡിഫിക്കൽട്ടീസ് ഇല്ലാതാക്കാൻ ഡെവലപ്പ് ചെയ്താണ്. ഹൗ മണി ഓവർകം പ്രോബ്ലംസ് ഓഫ് ബാർട്ടർ എന്നൊക്കെ അതാണ്. ഇപ്പം നമ്മള് ഈ പണവുമായി ബന്ധപ്പെട്ട തിയറി ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത് നിക്കോൾ ഓഷോമിന്റെ പേരില്, അതേപോലെ തന്നെ തോമസ് ഗ്രഷാമിന്റെ പേരില്, റിച്ചാർഡ് കാൻഡിലന്റെ പേരിലൊക്കെയാണ്. എന്നാൽ അവരൊക്കെ ഡിസ്കസ് ചെയ്ത തിയറി അതിനേക്കാൾ വളരെ മനോഹരമായി ഗസാലി പറയുന്നുണ്ട്. പണവുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ ആൻഡ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്ന 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഗസാലി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് നടത്തേണ്ടതിന്റെ പ്രാധാന്യം, പിന്നെ പ്രോബ്ലം ഓഫ് ബാർട്ടർ സിസ്റ്റം അദ്ദേഹം പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിന്റെ പ്രോബ്ലംസിൽ ഇൻഡിവിസിബിലിറ്റി ഓഫ് ഗുഡ്സ്, പ്രോബ്ലം ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പണത്തിന്റെ ഫങ്ഷൻസ് അദ്ദേഹം മനോഹരമായി പറയുന്നു. എന്നിട്ട് പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒന്ന് ഹോർഡിങ്, പണത്തെ നമ്മൾ പിന്നെ ഹോർഡ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, പ്രത്യേകിച്ചും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു റൂളറെ നമ്മൾ ജയിലിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് പണം നമ്മൾ ഹോർഡ് ചെയ്യുന്നത്. പണം സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ പൂഴ്ത്തി വെക്കാൻ പാടില്ല. യൂസ്ലെസ് മണി ആൻഡ് ഹോർഡിംഗ് അഗൈൻസ്റ്റ് ഡിവൈൻ റൂൾസ്, അത് പിന്നെ ഡിവൈൻ റൂൾസിന് എതിരാണ്. Moreover, observation that about only purpose served by gold and silver is a money. അദ്ദേഹം ഗോൾഡും സിൽവറും മാത്രമാണ് പണമായിട്ട് അദ്ദേഹം പറയുന്നത്. കണ്ടം ദോസ് ഹു ഹോർഡ് ഈ ഹോർഡിംഗ് അദ്ദേഹം കണ്ടം ചെയ്യുന്നു. പിന്നെ പണവുമായി ബന്ധപ്പെട്ട് കൗണ്ടർ ഫീറ്റിംഗ് മണി എന്ന് പറഞ്ഞാല് കള്ളപ്പണം എന്ന് പറഞ്ഞാല് പണം പിന്നെ ഗോൾഡ് കോയിൻ ആണ് നയിക്കുക. പണം ഗോൾഡിന്റെ കണ്ടന്റ് കുറച്ചുകൊണ്ട് പണം പ്രിന്റ് ചെയ്തിറക്കുക, അതാണ് കൗണ്ടർ ഫീറ്റിംഗ് മണി. അപ്പൊ നമ്മളിപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രിന്റ് ചെയ്യുന്ന പണത്തിന് പുറമെ നമ്മൾ തന്നെ പ്രിന്റ് ചെയ്ത് പണം ഇറക്കുക, അത് കള്ളപ്പണം. കള്ളപ്പണത്തെ എതിർക്കുന്നു. ഹാം സൊസൈറ്റി ആൻഡ് നേഷൻ, അത് സൊസൈറ്റിയെയും നേഷനെയും തകർക്കുന്ന പണിയാണ്. അതൊരിക്കലും മാത്രമല്ല അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. മാത്രമല്ല അത് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മള് പിന്നെ കട്ടെടുക്കുന്നേക്കാൾ, നമ്മൾ കളവ് നടത്തുന്നതിനേക്കാൾ ഏറ്റവും ദ്രോഹം ഉണ്ടാക്കുന്ന പണിയാണ് ഈ കള്ളപ്പണം എന്ന് പറയുന്നത്. നമ്മൾ ആരാന്റെ പണം കട്ടെടുത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ കള്ളപ്പണം അടിച്ച് വിതരണം ചെയ്താൽ അത് സമൂഹത്തെ മുഴുവൻ ഹാം ചെയ്യുന്നതാണ്, എക്കോണമിയെ മുഴുവൻ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരിക്കലും മാപ്പ് കൊടുക്കാവുന്ന കുറ്റമല്ല എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കറൻസി ഡീബേസ്മെന്റ് എന്ന് പറയുന്നത് വാല്യൂ കുറയ്ക്കുക എന്ന് പറഞ്ഞാല് ഡിബേസ്മെന്റ് പിന്നെ പ്രൊപ്പോർഷണൽ റിസർവേഷൻ സിസ്റ്റത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ അനുമതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഗോൾഡ് കോയിൻ ആണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പൊ ഗോൾഡ് കോയിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന കറൻസിയാണ്. പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റവും
ഫിക്സഡ് റിസർവ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ഓർ ടോക്കൺ മണിയെ അദ്ദേഹത്തിന് പെർമിസിബിൾ ആക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പലിശയുമായി ബന്ധപ്പെട്ടതാണ്, വിശദീകരിക്കേണ്ട കാര്യമല്ല. പലിശയുമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും പണത്തെ പണം എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള പണത്തെ നമ്മൾ പണം കൊടുത്ത് കൂടുതൽ പണം വാങ്ങുന്നതാണ് പലിശ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരാൾക്ക് പലിശക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് 100 രൂപ കൊടുക്കുന്നു, അയാളിൽ നിന്ന് 110 രൂപ തിരിച്ചു വാങ്ങുന്നു. അവിടെ ഒരു മീഡിയേറ്റർ റോള് പണം നിർവഹിക്കുന്നില്ല. പണം എന്ന് പറയുന്നത് ഒരു കമോഡിറ്റി ആയിട്ടാണ് അവിടെ പരിഗണിക്കുന്നത്. അപ്പൊ മണിയെ കമോഡിറ്റി ആയിട്ട് പരിഗണിക്കുന്നു പലിശ സിസ്റ്റത്തിൽ. അപ്പൊ ഇങ്ങനെ കമോഡിറ്റി ആയിട്ട് പരിഗണിക്കുന്നതിലൂടെ പണത്തിന്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കപ്പെടാൻ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പലിശ പിന്നെ ഹറാമാണ്. അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം അതിനെ സമർത്ഥിക്കുന്നത്. Transactions other than borrowing and lending where interest may arise disguised form എന്നത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിബാൽ നാസിയും റിബാൽ ഫളലും വ്യത്യസ്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ മണി ഈസ് എ ഫെസിലിറ്റേറ്റർ നോട്ട് ഫോർ അക്യുമുലേഷൻ. പണം എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആണ്, നമുക്ക് എക്സ്ചേഞ്ച് നടത്താൻ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതിയാണ് എന്നാണ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ലാസ്റ്റ്ലി സ്റ്റേറ്റ്, റോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റിന്റെ റോൾ എന്താണ്, ഗവൺമെന്റിന്റെ പ്രാധാന്യം അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നു. ഒരു ആളുകളുടെ സൊസൈറ്റി നിലനിൽക്കുമ്പോൾ അവിടെ ഒരു ഗവൺമെന്റ് വേണം. ഗവൺമെന്റിന്റെ റോൾ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ ഒന്ന് ജനങ്ങളുടെ പിന്നെ നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യലാണ്. രണ്ടാമത്തത് പിന്നെ ആളുകളെ വിദേശ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യലാണ്. അതേപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി സുഗമമായി നടത്താൻ സഹായിക്കലാണ്. ഇങ്ങനെ ഓരോ രംഗത്തും അദ്ദേഹം അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ ഈസ് ഇൻസെപ്പറബിൾ പില്ലേഴ്സ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരു ഗവൺമെന്റും റിലിജിയനും ഇൻസെപ്പറബിൾ പില്ലേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ദീന്റെ ഭാഗം തന്നെയാണ് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ റിലീജിയസ് ഒബ്ലിഗേഷൻസ് അതിന്റെ പിന്നെ അതിൻ്റെതായ അർത്ഥത്തിൽ ഫുൾഫിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ജസ്റ്റിസ്, നീതി യാഥാർത്ഥ്യമാവണമെങ്കിൽ, എക്കണോമിക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഒക്കെ പിന്നെ ഈ സ്റ്റേറ്റിന്റെ നിലനിൽപ്പ് അനിവാര്യമാണ്. റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതിന്റെ ഏറ്റവും പ്രധാന ഹിസ്ബ ഡിപ്പാർട്ട്മെന്റ്. ഹിസ്ബ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി. ഒരു ഗവൺമെന്റിന്റെ ഇന്നത്തെ ആധുനിക ഗവൺമെന്റിന്റെ എല്ലാ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റും നമ്മൾ സൂപ്പർവിഷൻ, അതേപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ മോണിറ്ററി പോളിസി ഇതൊക്കെ ഹിസ്ബ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഹിസ്ബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അപ്പോ പിന്നെ പബ്ലിക് ഫിനാൻസ്, സോഴ്സസ് ഓഫ് റവന്യൂ, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ടാക്സേഷൻ, ഏത് രീതിയിലുള്ള ടാക്സ് ഒക്കെ ചുമത്താൻ പറ്റും. അപ്പൊ ടാക്സിന്റെ പറയുന്ന എബിലിറ്റി ടു പേ ടാക്സ് നമ്മൾ പരിഗണിക്കണം. ആ രീതിയിലെ ടാക്സ് ചുമത്താൻ പാടുള്ളൂ. അതേപോലെ തന്നെ ബോറോയിങ്, അപൂർവം സ്കോളേഴ്സ് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് പബ്ലിക് ഡെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. ഗസാലി ആ കാലത്ത് തന്നെ ഗവൺമെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, കൂടുതൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെലവ് ചെയ്യാൻ പണമില്ലെങ്കിൽ, വരുമാനമില്ലെങ്കിൽ, അടുത്ത നിശ്ചിത കാലത്തിനുള്ളിലുള്ള വരുമാനത്തിൽ നിന്ന് വീട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കടം വാങ്ങാവുന്നതാണ് എന്ന ഫത്വ കൊടുത്തിട്ടുള്ള പണ്ഡിതനാണ് ഇമാം ഗസാലി. അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പിന്നെ ഡെവലപ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റോഡും പാലവും എയർപോർട്ടും ഒക്കെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് പണം ചെലവിടണം, അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് പാസ് ചെയ്തു പോയത്. ഇത് ഒരു സൂചന മാത്രമാണ് നമ്മൾ നൽകുന്നത്. എന്ന് പറഞ്ഞാല് ഇമാം ഗസാലി ഇത്രയും ഏതാണ്ട് 10 നൂറ്റാണ്ട് മുമ്പ് ഇന്നത്തെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിലനിൽക്കുന്ന ഡിസ്കഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അത് ആധുനിക സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങളോട് കിടപിടിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞ ആധുനിക സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആദ്യമായി പ്രതിപാദിക്കുകയും തിയറി രൂപത്തിൽ തന്നെ പറയുകയും ചെയ്തത് ഈ ഇമാം ഗസാലിയാണ്. ഇമാം ഗസാലിയെ നമ്മൾ നല്ലൊരു എഡ്യൂക്കേറ്റർ ആയിട്ട് പറയാറുണ്ട്, അതേപോലെ നല്ല പണ്ഡിതനാണെന്ന് പറയാറുണ്ട്. അതേപോലെ ഈസ് എ ഗുഡ് വെൽ നോൺ എക്കണോമിസ്റ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു.